കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് SSC, NDA, MNS മുതലായ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്ന കുട്ടികൾ എപ്പോഴും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാറുണ്ട്. അതിലേറ്റവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ്, അവയുടെ പോയിൻ്റുകളാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവ ഓർത്തിരുന്നാൽ നമുക്ക് പലപ്പോഴും വളരെ ഈസിയായി തന്നെ ഹിസ്റ്ററിക്ക് മാർക്കുകൾ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഹിസ്റ്റോറി, അവൻ്റെ കഥ തുടങ്ങുന്നത് അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ്. കാരണം ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജനിച്ച മനുഷ്യൻ തെക്കോട്ടും വടക്കോട്ടും സഞ്ചരിച്ച് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലെത്തുകയും അവൻ ഇപ്പോൾ അധിവസിക്കുന്ന ഭാഗങ്ങൾ സെറ്റിലാകുകയും ചെയ്തു. ഇതിന് ഉപോത്പലകങ്ങളായിട്ടുള്ള തെളിവുകൾ നമുക്ക് ഫോസിലുകളിൽ നിന്നാണ് കിട്ടുന്നത്. കാരണം മനുഷ്യൻ്റെ ഫോസിൽ ഇതേവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഫോസിൽ ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ചതാണ്. 2.6 മില്യൺ വർഷത്തെ പഴക്കമുണ്ട്, അതായത് 26 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. എന്നാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച, മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച മനുഷ്യൻ്റെ ഫോസിൽ, ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളത് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച ഫോസിലാണ്. അതിന് 14 ലക്ഷം വർഷത്തെ പഴക്കം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ബോരി എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച മനുഷ്യൻ്റെ ഫോസിലിന് 14 ലക്ഷം വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്നതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം മനുഷ്യൻ ഭൂമധ്യരേഖാ പ്രദേശമായ ആഫ്രിക്കയിലെ വനാന്തരങ്ങളിലുണ്ടായി. ഇതുവരെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 26 ലക്ഷം വർഷം മുൻപ്. അതിനുശേഷം 14 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അവൻ ഇന്ത്യയിലെത്തിയത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് കണ്ടെത്താൻ പറ്റിയ മറ്റൊരു കാര്യം, ഏർലി മാൻ കൂടുതലും ഉപയോഗിച്ചിരുന്നത് കല്ലുകൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിലകൾ അഥവാ കല്ലുകൾ കൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ച് ജീവിച്ചിരുന്ന മനുഷ്യൻ എന്ന നിലയിൽ അവരെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പാലിയോലിത്തിക് അഥവാ ഓൾഡ് സ്റ്റോൺ ഏജ് ഹ്യൂമൻ ബീയിങ്സ്, അതുപോലെ തന്നെ മെസോലിത്തിക് അല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ ഏജ് ഹ്യൂമൻ ബീയിങ്സ്, അതുപോലെ നിയോലിത്തിക് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ് ഹ്യൂമൻ ബീയിങ്സ്. ഇതിൽ പാലിയോലിത്തിക് ഏജിലുള്ള മനുഷ്യൻ 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആണ് ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് ഫോസിലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഏറ്റവും പുരാതനമായ ഈ ഓൾഡ് സ്റ്റോൺ ഏജ് അഥവാ പാലിയോലിത്തിക് ഏജിലുള്ള മനുഷ്യൻ ഏകദേശം 9000 BC വരെ ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് ഫോസിലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പാലിയോലിത്തിക് മനുഷ്യൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ തുടങ്ങി ക്രിസ്തുവിൻ ജനിക്കുന്നതിന് 9000 വർഷം വരെ ജീവിച്ചിരുന്നവരാണ് പാലിയോലിത്തിക് ഏജിലുള്ള മനുഷ്യൻ. എന്നാൽ അടുത്ത ഏജ്, അതായത് മെസോലിത്തിക് ഏജ്, മിഡിൽ ഏജ് എന്ന് പറയുന്നത് ഈ 9000 BC മുതൽ 4000 BC വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ക്രിസ്തു ജനിക്കുന്നതിന് 9000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നത് മുതൽ 4000 വർഷം മുമ്പ് ജീവിച്ചിരുന്നവർ വരെയാണ് മെസോലിത്തിക് ഏജ് അഥവാ മിഡിൽ സ്റ്റോൺ ഏജിലുള്ള മനുഷ്യനായി കണക്ക് കൂട്ടുന്നത്. അതിനുശേഷം 4000 മുതൽ 1000 BC വരെ ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് നിയോലിത്തിക് ഏജിൽ ജീവിച്ചിരുന്നവരെന്ന് പറയുന്നത്. ഇതെല്ലാം, അതായത് ഇത് 3 സ്റ്റോൺ ഏജുകളാണ്. കാരണം ഈ 3 കാലഘട്ടങ്ങളിലും മനുഷ്യൻ ആയുധങ്ങൾ ആയി ഉപയോഗിച്ചിരുന്നത്, അവൻ ജീവിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ആയുധം, ഇരതേടാൻ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ആയുധം സ്റ്റോൺ തന്നെയാണ്. ഇതിൽ ഒന്നാമത്തെ വിഭാഗമായ പാലിയോലിത്തിക് കൾച്ചർ ഉണ്ടായിരുന്നത് ഐസ് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ ഐസ് ഏജ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് തന്നെ 3 വിധത്തിലുണ്ട്. ലോവർ പാലിയോലിത്തിക് ഏജ്, മിഡിൽ പാലിയോലിത്തിക് ഏജ് ആൻഡ് അപ്പർ
പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്ന 3 വിഭാഗത്തിലാണ് ഐസ് ഏജ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാലിയോലിത്തിക് ഏജിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ശരിക്ക് ആദ്യ കാലഘട്ടത്തിൽ അവർ ഹോമോസാപ്പിയൻസ് അല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർ നെഗ്രിറ്റോ റേസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. പിന്നീടാണ് അവർ ഈ പാലിയോലിത്തിക് ഏജിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അവർ ഹോമോസാപ്പിയൻസ് ആയി കൺവേർട്ട് ആകുന്നത്. ഇവർ ശരിക്കും നല്ല ഹണ്ടേഴ്സായിരുന്നു. അവർക്ക് കൃഷിയെക്കുറിച്ച് അറിയാമായിരുന്നു. അതുപോലെ തീയും പോട്ടറിയുമെല്ലാം യൂസ് ചെയ്തിരുന്നവരായിരുന്നു. ഇതാണ് പാലിയോലിത്തിക് ഏജിലുള്ള മനുഷ്യനെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത്. അതുപോലെ അവരന്ന് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ കൊണ്ടുള്ള ആയുധങ്ങൾ അൺപോളിഷ്ഡ് ആയിരുന്നു. മൂർച്ച കൂട്ടാൻ പോലും അവർക്കറിയില്ലായിരുന്നു. അതുപോലെ റഫ് സ്റ്റോണുകൾ കൊണ്ട് മൃഗങ്ങളെയൊക്കെ എയ്ത് വീഴ്ത്തിയും കേവുകളിൽ താമസിച്ചുമാണ് അവർ കഴിഞ്ഞു പോന്നിരുന്നത് എന്ന് നമുക്ക് ഇന്ന് കിട്ടിയ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ക്വാർട്സൈറ്റ് മെൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്വാർട്സൈറ്റ് മെൻ കേവുകളിൽ താമസിച്ചിരുന്നവർ റഫ് സ്റ്റോൺ ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നവരെന്ന അർത്ഥത്തിൽ. ഇനി കുറച്ചുകൂടെ നാൾ കഴിഞ്ഞപ്പോൾ, അതായത് മെസോലിത്തിക് പീപ്പിൾ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് വന്നപ്പോൾ അവർ ഹണ്ടിങ്ങിനോടൊപ്പം തന്നെ ഫിഷിങ്ങും ഫുഡ് ഗ്യാതറിങ്ങും തുടങ്ങി. അതായത് നിൽപ്പിൽ ഹണ്ട് ചെയ്ത് കഴിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ കാട്ടിലുള്ള വിഭവങ്ങൾ കഴിക്കുന്നതിന് പകരം അത് ഗ്യാദർ ചെയ്ത് കൊണ്ടുവന്ന് ഗുഹകളിൽ വെച്ച് കഴിക്കുന്ന ഒരു ശീലം മെസോലിത്തിക് പീരീഡിലാണ് ആരംഭിക്കുന്നത്. അവർ ആ ഒരു ശീലം പിന്നീട് വളർത്തി ഈ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, അതായത് മൃഗങ്ങളെ കേവുകൾക്കടുത്ത് തന്നെ വളർത്തുന്ന ഒരു രീതിയിലേക്ക് അവർ മാറുകയാണ് ചെയ്തത്. അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസ് എല്ലാം പോളിഷ് ചെയ്ത് ബ്ലേഡുകൾ പോലെയാക്കി. അതുപോലെ കുന്തങ്ങൾ, മൈക്രോലിത്തുകളെല്ലാം സ്റ്റോണുകൾ കൊണ്ട് അവരുണ്ടാക്കി. സ്ക്രാപ്പേഴ്സ് ഉണ്ടാക്കി. അങ്ങനെ ആയുധങ്ങൾ, സ്റ്റോൺ കൊണ്ടുള്ള ആയുധങ്ങൾ തന്നെ പുതിയ പുതിയ രൂപത്തിൽ വരുന്നത് മെസോലിത്തിക് ഏജിലാണ്. ഈ മെസോലിത്തിക് ഏജിലുള്ള മനുഷ്യൻ ഇന്ത്യയിലും ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് ഫോസിലുകളിലൂടെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. അതായത് മധ്യപ്രദേശിലെ ആദംഗ എന്ന സ്ഥലത്തും അതുപോലെ രാജസ്ഥാനിലെ ബാംഗ്ലൂർ എന്ന സ്ഥലത്തും ഈ മെസോലിത്തിക് ഏജിലുള്ള മനുഷ്യർ ജീവിച്ചിരുന്നതായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേഷൻ നടത്തിയിരുന്നു എന്നുള്ളതിനും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ബിംകേത്ക എന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാലിയോലിത്തിക് ഏജിലെയും മെസോലിത്തിക് ഏജിലെയും ജീവിച്ചിരുന്ന മനുഷ്യർ പെയിൻറ്റിങ് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാകും. അവരുടെ ഗുഹകളിൽ നിന്ന് പെയിൻറ്റിങ്ങിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ പെയിൻറ്റിങ് പ്രാക്ടീസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെയിൻറ്റിങ്ങുകളെ പ്രീ ഹിസ്റ്റോറിക് പെയിൻറ്റിങ്ങുകളെന്നാണ് അറിയപ്പെടുന്നത്. ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ നിയോലിത്തിക് ഏജിൻ്റെ ആരംഭം വരുന്നത്. അതായത് ശിലായുഗം തന്നെ നിയോലിത്തിക് ആയിട്ടുള്ള ശിലായുഗം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള തെളിവുകളും നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ബുർസാഹോം എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യൻ്റെ കൂടെ അവൻ്റെ ആ ഡൊമസ്റ്റിക് ഡോഗ്സിനെയും ബറി ചെയ്തിരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യൻ പട്ടികളുടെ സഹായത്തോടു കൂടി ഹണ്ടിങ് നടത്തിയിരുന്നതാവാം, അല്ലെങ്കിൽ ഒരു യജമാനന് ഒരു ഡോഗ് എന്ന രീതിയിൽ ഉണ്ടായിരുന്നതാവാം എന്നുള്ള ഊഹാപോഹത്തിലേക്ക് നമുക്ക് അതിൽ നിന്നാണ് എത്താൻ സാധിക്കുന്നത്. ഇനി ഇന്ത്യയിലെ നിയോലിത്തിക് ഏജിൽ ജീവിച്ചിരുന്ന ആളുകളുടെ കൃഷി രീതികളെക്കുറിച്ചുള്ള നമുക്ക് ലഭിച്ച തെളിവുകളിൽ നിന്ന്
മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് പോയിൻറ്റുകൾ. ഒന്ന്, അവർ റാഗി കൃഷി ചെയ്തിരുന്നു. രണ്ട്, ഹോഴ്സ് ഗ്രാം അഥവാ കുലാത്തി കൃഷി ചെയ്തിരുന്നു. അതുപോലെ 6000 വർഷങ്ങൾക്ക് മുമ്പ്, BC 6000, അതായത് ക്രിസ്തു ജനിക്കുന്നതിന് 6000 വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് സൈറ്റിൽ റൈസ് കൾട്ടിവേഷൻ നടന്നതായിട്ടുള്ള തെളിവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓർക്കുക, ഇന്ത്യയിൽ അലഹബാദിൽ 6000 BCയിൽ റൈസ് കൾട്ടിവേഷൻ നടന്നതായിട്ടുള്ള എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കോട്ടൺ ക്ലോത്തുകൾ ഉണ്ടാക്കിയതായിട്ടും, അതുപോലെ ആനിമൽസിനെ ഉപയോഗിച്ചിട്ട് ഫാമിംഗ് നടത്തിയിരുന്നതായിട്ടും, ആടുകളെയും മറ്റ് കന്നുകാലികളെയും വളർത്തിയിരുന്നതായിട്ടുമുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നിയോലിത്തിക് ഏജിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് മനുഷ്യൻ മെറ്റൽ ഉപയോഗിച്ചതായിട്ട് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിൽ കോപ്പർ എന്ന മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള കൊടാലികളെല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ റൂറൽ കമ്മ്യൂണിറ്റികൾ ബുള്ളിനെയും മദർ ഗോഡസിനെയും ആരാധിച്ചിരുന്നതായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ശരിക്ക് ഹാൻഡ് മെയ്ഡ് പോട്ടറി, അതുപോലെ പെയിൻറ്റഡ് പോട്ടറി, പോട്ടർ വീൽ, ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നത് ഫോസിലുകളിൽ നിന്ന്. രാജസ്ഥാനിലെയും മഹാരാഷ്ട്രയിലെയും വെസ്റ്റ് ബംഗാളിലെയും ബീഹാറിലെയും ഉള്ള ഉത്ഖനനങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഫോസിലുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഈ നിയോലിത്തിക് ഏജിൻ്റെ അവസാനമാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആരംഭമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്.